നമസ്കാരം. മഹാകുംഭമേളയും മഹാശിവരാത്രിയും ഒരുപോലെ ഭാരതം മുഴുവൻ ആഘോഷിക്കുമ്പോൾ ചില സംശയങ്ങൾ സ്വാഭാവികമായും ഓരോരുത്തരിലും ഉടലെടുത്തേക്കാം. കുംഭമേളയിലെ ത്രിവേണി സംഗമത്തിൽ അല്ലെങ്കിൽ ഗംഗാനദിയിൽ മുങ്ങിക്കുളിച്ചാൽ പാപമുക്തിയുണ്ടാകുമോ? അല്ലെങ്കിൽ ശിവരാത്രി നാളിൽ ഉറക്കളച്ചാൽ പാപം തീരുമോ? സാധാരണക്കാരായ മനുഷ്യരിൽ ഉരുത്തിരിയുന്ന ഈ ചോദ്യം ഒരിക്കൽ ദേവി പാർവതിയിലും ഉണ്ടായി അത്രേ. പാർവതി ദേവി തൻ്റെ ഈ ചോദ്യം പതി പരമേശ്വരനോട് ചോദിക്കുകയും ചെയ്തു. 10,000 ആളുകൾ ഗംഗയിൽ മുങ്ങിക്കുളിക്കുമ്പോൾ അവരെല്ലാം പുണ്യവാന്മാരായി സ്വർഗത്തിനധികാരിയാകുമോ? അങ്ങനെയെങ്കിൽ ഭൂമിയിലെ സകലരെയും ഗംഗയിൽ കൊണ്ട് മുക്കിയെടുത്താൽ പാപമുക്ത ലോകമുണ്ടാകുമല്ലോ. ശങ്കരൻ ചെറുചിരിയോടെ ഒരു വൃദ്ധൻ്റെ വേഷത്തിൽ ഗംഗാതീരത്തേക്ക് നടന്നു. ഒപ്പം യൗവനാവസ്ഥയിലുള്ള പാർവതിയെയും കൂട്ടി. ഗംഗാതീരത്തുള്ള ഒരു ചെളിക്കുണ്ടിൽ ഇറങ്ങി നിന്നുകൊണ്ട് ശങ്കരൻ പാർവതിക്ക് ചില നിർദ്ദേശങ്ങൾ നൽകി. ഗംഗാസ്നാനം ചെയ്തു പോകുന്നവരോട് പാർവതി തൻ്റെ പതിയെ രക്ഷിക്കുവാനായി അപേക്ഷിച്ചു. ചിലർ മുന്നോട്ട് വന്നപ്പോൾ പാർവതി അവർക്ക് മുമ്പിൽ മറ്റൊരു നിർദ്ദേശം വെച്ചു. എൻ്റെ പതി പൂർണ്ണ സാത്വികനാണ്, പവിത്രമാണ്. അതുകൊണ്ട് പൂർണ്ണ പവിത്രമായിട്ടുള്ള ആൾക്കേ അദ്ദേഹത്തെ സ്പർശിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ തൊടുന്നയാൾ ഭസ്മമായി പോകും. ഗംഗാസ്നാനം ചെയ്തു വന്നവരിൽ പലരും അത് കേട്ടപാടെ സ്ഥലം വിട്ടു. എന്നാൽ ചിലർ പറഞ്ഞു, ആ കിളവനെ ഉപേക്ഷിച്ചേക്കൂ, ഞങ്ങൾ ഭവതിയെ നോക്കിക്കൊള്ളാമെന്ന്. മറ്റു ചിലർ പറഞ്ഞു, ഇതുപോലെ സാവിത്രി സമാനനായ പത്നിയെ കിട്ടിയ ഈ വൃദ്ധൻ എത്ര പുണ്യവാനാണ്. എന്നാൽ അവരും ആ വൃദ്ധനെ രക്ഷിക്കാൻ കൂട്ടാക്കിയില്ല. സന്ധ്യയായപ്പോൾ അതുവഴി ഒരു കർഷകൻ വരികയുണ്ടായി. പാർവതീദേവിയുടെ കരച്ചിൽ കേട്ട് കാരണമന്വേഷിച്ച കർഷകൻ ചെളിക്കുണ്ടിൽ നിന്നും വൃദ്ധനെ രക്ഷിക്കാൻ തയ്യാറായി. എന്നാൽ പാർവതി അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ പതിയെ രക്ഷിക്കുന്നയാൾ പൂർണ്ണ പവിത്രമായിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. കർഷകൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഗംഗാനദിയിൽ മുങ്ങിക്കുളിച്ച് വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കർഷകൻ ചെളിക്കുണ്ടിലിറങ്ങി വൃദ്ധനെ രക്ഷിച്ചു. അതേസമയം പാർവതി ശങ്കരന്മാർ അവരുടെ സ്വന്തം രൂപം ധാരണ ചെയ്യുകയും കർഷകനെ അനുഗ്രഹിക്കുകയും ചെയ്തു. മനസ്സിലാക്കാം, ഗംഗയിൽ മുങ്ങുന്നവരിലും പാപമുക്തി നേടുന്നവർ കോടിയിൽ ചിലരാണ്. പിന്നെന്തിന് ഗംഗാസ്നാനം? ആചാര്യന്മാർ പറയുന്നത് ഗംഗാസ്നാനത്തിന് മുൻപേ ശ്രമദാനം ചെയ്യേണ്ടതുണ്ട്. അതായത് ഇരിക്കുന്ന പരിസരം വൃത്തിയാക്കേണ്ടതുണ്ട്. 1 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ ശ്രമദാനം ചെയ്ത് മുതിർന്നവർക്ക് ദക്ഷിണ കൊടുത്ത് പിന്നീട് ഗംഗയിൽ മുങ്ങുക. ഗംഗയിൽ മുങ്ങുമ്പോൾ തൻ്റെ ദോഷങ്ങളും ചീത്ത സംസ്കാരങ്ങളും ഗംഗയിൽ ത്യജിക്കണം. എങ്ങനെ ശരീരത്തിലെ അഴുക്ക് വെള്ളത്താൽ ശുദ്ധമാകുന്നുവോ അതുപോലെ ഗംഗാസ്നാനം നടത്തുന്നതിലൂടെ മനസ്സിലെ അഴുക്കിനെയും ത്യാഗം ചെയ്തിരിക്കണം. പിന്നീടത് ആവർത്തിക്കാതിരിക്കണം. അതിനുശേഷം അന്നദാനം ചെയ്യണം. ഉള്ളിൽ കളങ്കം വെച്ചുകൊണ്ട് മറ്റൊരാൾക്ക് ദാനം ചെയ്യുന്നത് പോലും പാപമാണെന്ന് ആചാര്യന്മാർ പറയുന്നു. അതുകൊണ്ട് ശ്രമദാനം ചെയ്ത് സ്വയത്തിനെ പക്വമാക്കി ചീത്ത സംസ്കാരങ്ങളെ ഒഴുക്കിക്കളഞ്ഞ് ശുദ്ധമായി മറ്റുള്ളവരുമായി വ്യവഹാരത്തിലേർപ്പെടുക. ഇത്തരത്തിൽ നോക്കിയാൽ ഗംഗാസ്നാനം ചെയ്യുന്നതിലൂടെ ഏതൊരാൾക്കും പുണ്യം നേടാം. ഒപ്പം ശിവരാത്രി നാളിൽ ഉറക്കളച്ചാൽ പാപം തീരുമെന്ന് വിശ്വസിക്കുന്നവർക്കിടയിൽ നിൽക്കുമ്പോൾ അതിൻ്റെ സത്യതയിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതും അനിവാര്യമാണ്. ശിവരാത്രിക്ക് ശേഷം പുണ്യം നിറഞ്ഞ ലോകവും പാപമില്ലാത്ത അവസ്ഥയും വന്നു ചേരുമോ എന്ന മറ്റൊരു ചോദ്യവും സ്വാഭാവികമായും ഉരുത്തിരിഞ്ഞേക്കാം. എന്നാൽ വളരെ വിചിത്രമായ ഉത്തരമാണ് ഇതിന് കിട്ടിയത്. കേവലം ഒരു ദിവസത്തിൻ്റെ പകലിന് ശേഷമുണ്ടാകുന്ന ഇരുട്ടിനെയല്ല ഇവിടെ രാത്രി എന്ന് ഉദ്ദേശിക്കുന്നത്. കലിയുഗാന്ധകാരത്തെ മുഴുവൻ രാത്രിയായിട്ടും കാളകൂട വിഷമെന്നത് ഓരോ മനുഷ്യനിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആസുരികതയുമാണ്. അതിനെ ശിവൻ പാനം ചെയ്തു എന്ന് പറയുന്നു. ശിവന്റെ സൂചകമായി ശിവലിംഗത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. മറ്റൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം, ശിവലിംഗത്തിന് മാത്രം നമ്മൾ ഉടയാട ചാർത്താൻ വിസമ്മതിക്കുന്നു. ശരീരമില്ലാത്തവനാണ് ശിവൻ, അതിനാൽ വസ്ത്രവും ധരിക്കുന്നില്ല. ഓംകാരമായ പൊരുൾ 3 പിരിഞ്ഞ് ത്രിമൂർത്തികൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, അതിലൂടെ ഓംകാരമില്ലാതാകുന്നില്ല. മാതൃഭാവത്തിൽ ആദിപരാശക്തിയായും പിതൃഭാവത്തിൽ ശിവനെന്ന് വിളിച്ചതും ആ മംഗളകാരിയായ പരമപിത പരമാത്മാവിനെ തന്നെയാണ്. ഈ കലിയുഗ അജ്ഞാന അന്ധകാരത്തിൽ അകക്കണ്ണ് തുറന്ന് നമുക്കുറക്കളയ്ക്കാം. അതിലൂടെ പാപങ്ങൾ ഇല്ലാതാക്കാം. ശങ്കരൻ്റെ 3-ാം നേത്രം ചിത്രങ്ങളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാലിത് കേവലം ശങ്കരന് മാത്രമുള്ള നേത്രമല്ല, അകക്കണ്ണെന്ന് പറയുന്ന ആത്മനേത്രത്തെ തന്നെയാണ് 3-ാം കണ്ണായി ഇവിടെ കാണിച്ചിരിക്കുന്നത്.
ആത്മനേത്രത്തിലൂടെയുള്ള പുത്തൻ കാഴ്ചയിലൂടെ കലിയുഗത്തിന് ശേഷമുള്ള സത്യയുഗത്തിലേക്കുള്ള യാത്രയുടെ ഉടുക്കുപാട്ടാകട്ടെ ഈ ശിവരാത്രി. നന്ദി, നമസ്കാരം, ഓം ശാന്തി.